ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫിഷ് കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ടൊമാറ്റോ, അതുപോലെ കുടംപുളി, മുരിങ്ങാക്കായ, കറിവേപ്പില, കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തോ. ഇനി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ മീൻ, അതില്ലെങ്കിൽ ഇതിപ്പോൾ വേളൂരിയാണ്, അല്ലെങ്കിൽ കൊഴുവ, പച്ചച്ചെമ്മീൻ, ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. ടൊമാറ്റോ, സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ മസാല നന്നായിട്ട് പുരണ്ടിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓണാക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയുടെ കൊത്ത് ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ മല്ലിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് പൊടി ഒന്ന് വറുത്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഈ മിക്സിയുടെ ചെറിയ ജാറിലാവുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആണ്. ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതായത് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് വെക്കണം കേട്ടോ. അപ്പോഴേക്കും ഫിഷ് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് നമ്മുടെ വീട്ടിലെ ഗ്രേവി കറിക്ക് ആവശ്യത്തിനുള്ള, ഇപ്പോൾ ചിലവർക്ക് ഇത്തിരി കുറുകിയ ചാറായിരിക്കും, ചിലർക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ ബ്രെഡ് ക്രംസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടി വെള്ളം നമ്മൾ സാധാരണ ചേർക്കുന്നതിലും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇത്രയും മതി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഈ മൺചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതവിടെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു താളിപ്പും കൂടി ആക്കാം. ഉലുവ പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഈ സൈഡിൽ നിന്നൊക്കെ അരപ്പൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നെയ്യ് പിരിഞ്ഞ് കിട്ടും. ആ മുരിങ്ങാക്കായും കൂടി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ സിമ്മിലാക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മുരിഞ്ഞ് നന്നായിട്ട് വരണ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഇത്തിരി ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കറിയിലേക്ക് ചേർത്താലും മതി. ഇതിലിപ്പോൾ നമ്മൾ ഓൾറെഡി ഉലുവ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. എങ്കിലും എണ്ണയിൽ കിടന്ന് ഉലുവയുടെ പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഞാനപ്പോൾ അതിലിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഈ കറിയിലേക്ക് തന്നെ വറുത്ത് വച്ചിട്ടുള്ള ഉലുവാപ്പൊടി തന്നെയാണ്. അപ്പോൾ ഈ കറിയിലേക്ക് ഇത്തിരി കൂടി ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കറിയൊക്കെ നല്ല നെയ്യൊക്കെ പിരിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ഉള്ളിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരു കളറിന് വേണ്ടി മാത്രം. എന്നിട്ട് ഈ ഉള്ളി താളിച്ചത് കറിയിലേക്ക് ഒഴിക്കുക. മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മീൻ കറി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരും. അത് നമ്മളിങ്ങനെ കറി തിളച്ചിട്ട് ചെറിയ തീയിൽ വയ്ക്കണം കേട്ടോ കുറച്ച് നേരം. അപ്പോഴാണ് ആ നെയ്യൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വരുള്ളൂ. ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കറിയിൽ അങ്ങനെ നെയ്യ് ഒരുപാടൊന്നും പിരിഞ്ഞ് വരില്ല. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇത്രയും നെയ്യൊക്കെ ഉണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഫിഷ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻസും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.